അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ്. എന്തുകൊണ്ടാണ് മലകുലുക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായത്? ഒരുപാട് പ്രത്യേകതകളുള്ള പക്ഷിയാണത്രേ വേഴാമ്പല്. അതിൻ്റെ ഒരു പ്രത്യേകത, അത് ജീവിതത്തിൽ ഒരു ഇണയെ മാത്രം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതില് പെൺവേഴാമ്പല് മുട്ടയിട്ട് അടയിരിക്കാൻ വേണ്ടിയിട്ട് മരപ്പൊത്തിലാണ് സംവിധാനം ഒരുക്കുക. അത് മരത്തിന്റെ പൊത്ത് അടച്ചു കളഞ്ഞിട്ട് ഒരു കൊക്ക് മാത്രം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും വിധത്തില് ഒരു ദ്വാരം മാത്രം നിലനിർത്തും. ബാക്കി ഭാഗം അടച്ചു കളയും. എന്നിട്ട് സ്വന്തം തൂവൽ പൊഴിച്ച് അതിൽ മുട്ടയിട്ട് അടയിരിക്കും. 50 ദിവസത്തോളം അത് പൊത്തിനകത്താണ് ഇത്രേ കഴിച്ചുകൂട്ടുക. ഈ സമയത്ത് ആൺവേഴാമ്പല് ഈ ദ്വാരത്തിനകത്തുകൂടെ അതിൻ്റെ കൊക്കിൽ അത് സംഘടിപ്പിച്ച പഴങ്ങൾ അതിൻ്റെ പൊത്തിനകത്തേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെയാണ് ആ പെൺവേഴാമ്പല് ജീവിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ പെൺവേഴാമ്പലിന് പുതിയ തൂവൽ വരും. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് പിന്നെ മക്കൾക്ക് അന്നം തേടിയിട്ട് പുറത്തേക്ക് പറക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കും, കഴിഞ്ഞ വർഷം ഒരു വേഴാമ്പൽ, ആൺവേഴാമ്പല് തൃശ്ശൂരില് റോഡിൽ അപകടത്തിൽ മരിച്ചുപോയി. അപ്പൊ ആ ആൺവേഴാമ്പലിന്റെ കൊക്കില് നിറയെ പഴങ്ങളുണ്ടായിരുന്നു. 2 കൊക്കും നന്നായി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പഴം പോലും പുറത്തു പോകാത്ത അവസ്ഥയിലാണ് ആൺവേഴാമ്പല് മരിച്ചു കിടക്കുന്നത്. ഇത് പക്ഷി സ്നേഹിയായ ബിജു എന്ന സഹോദരൻ കണ്ടു. അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. ഏതോ ഒരു കൂട്ടിൽ തൻ്റെ ഇണയ്ക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച പഴവുമായിട്ട് പറക്കുന്നതിനിടയിലാണ് ആൺവേഴാമ്പല് അപകടത്തിൽപ്പെട്ടത്. ഉടനെ ബിജു എന്താ ചെയ്തതെന്നറിയാം? പരിസരത്തുള്ള മരങ്ങളിലൊക്കെ കയറിയിട്ട് ഏത് പൊത്തിലാണ് ഇതിന്റെ ഇണയുള്ളത് എന്ന് അന്വേഷിക്കാൻ. എന്നിട്ട് ഈ പഴങ്ങളും മറ്റു പഴങ്ങളും ശേഖരിച്ച് ഒരു കൊക്കുപോലെ പ്രത്യേക ഉപകരണം ഉണ്ടാക്കിയിട്ട് ഈ ഇണയെ കണ്ടെത്തിയിട്ട് അതിനെത്തിച്ചു കൊടുത്ത സംഭവം പത്രങ്ങളിലൊക്കെ വൈറലായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, കുടുംബഘടന എന്നത് മനുഷ്യൻ ആവിഷ്കരിച്ചതല്ല, മറിച്ച് അത് പ്രകൃതിപരമായ ഒരു സംവിധാനമാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ ദൈവികമായ സ്ഥാപനമാണ് കുടുംബം. അത് മനുഷ്യരിൽ മാത്രമല്ല, പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ പോലും നിലനിൽക്കുന്നുണ്ട് എന്ന വലിയ പാഠമാണ് വേഴാമ്പൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബ വ്യവസ്ഥ നേരത്തെ തന്നെ നിലനിൽക്കുന്ന നമ്മുടെ നാട് വേഴാമ്പലിനെ ഔദ്യോഗിക പക്ഷിയായിട്ട് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ പുതിയ കാലത്ത് ഈ കുടുംബത്തെ തല്ലിത്തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയുന്നതാണ്. വളരെ ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്നു. അതിനവർ പറയുന്ന ന്യായം, കുടുംബഘടന മനുഷ്യനായിട്ട് രൂപപ്പെടുത്തിയതാണ്. നേരത്തെ മനുഷ്യൻ ഗുഹയിലും മറ്റൊക്കെ ആയിട്ട് എവിടെയൊക്കെയോ കഴിഞ്ഞുകൂടി. പിന്നീട് പരിഷ്കൃതനായപ്പോൾ മനുഷ്യൻ സ്വയം തീരുമാനിച്ചു, നമുക്കിനി കുടുംബമായിട്ട് ജീവിച്ചു കളയാം. അതിനാൽ മനുഷ്യൻ രൂപപ്പെടുത്തിയ കുടുംബഘടന മനുഷ്യന് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന്റെ കാലമായിരിക്കുന്നു എന്ന രൂപത്തിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പറയുന്നുണ്ട്, അള്ളാഹു ഒരു നഫ്സിനെ പടച്ചു, ആ നഫ്സിൽ നിന്ന് അതിന്റെ ഇണയെ പടച്ചു, അവരിൽ നിന്ന് ധാരാളം ആൺ പെൺ
മനുഷ്യരെ ഭൂമിയിൽ വ്യാപിപ്പിച്ചു. ദൈവികമാണ് കുടുംബഘടന എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അതിന്റെ വിശദീകരണങ്ങൾ ഖുർആനിൽ ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മളെ പലരും പലതരം ചൊല്ലുകൾ ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഴയ തലമുറ ഓർക്കുന്നുണ്ടാവും. നാം രണ്ട്, പിന്നെ നമുക്ക് രണ്ട്, മറന്നിട്ടില്ല ആരും. പിന്നെ അടുത്തത് എന്താണ്? നാം രണ്ട്, നമുക്കൊന്ന്, ഒന്നിലേക്ക് എത്തി. അടുത്തത് നാം ഒന്ന്, നമുക്കൊരു പട്ടിക്കുട്ടിയാവാം. കാണുന്നില്ലേ, എറണാകുളത്ത് കാലത്ത് പട്ടിയെയും തെളിച്ചുകൊണ്ട് ആളുകൾ പോകുന്നത് കാണാം. ഇങ്ങനെ മറ്റൊരു ഘടനയിലേക്ക് നമ്മൾ മാറുകയാണ്, അല്ലെ? വേറെയും പല ചൊല്ലുകൾ ഉണ്ടായിരുന്നു. ആ പഴയ തലമുറയില് സാമൂഹ്യ നിരീക്ഷകന്മാർ മനുഷ്യൻ അവനവനിലേക്ക് ഉൾവലിയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചൊല്ല് നടത്തിയിട്ടുണ്ട്. അതെന്താണ്? ഞാനും എൻ്റെ കെട്ടിയോളും, ആ കെട്ടിയോൾക്ക് പൊന്നുണ്ടാക്കാൻ ഒരു തട്ടാനും, അല്ലെ? എല്ലാം ഭദ്രം ശുഭം. മനുഷ്യൻ അവനവനിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുടുംബ ഘടന തകർത്ത് മറ്റൊരവസ്ഥയിലേക്ക് ജീവിക്കുവാനുള്ള വെമ്പലിലാണ് ലോകം എന്നുള്ളതാണ്. 90-ല് ഒരു പാട്ടിറങ്ങിയിരുന്നു. കവികൾക്ക് പ്രവചന സ്വഭാവമുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ആ പാട്ടിൽ ഒരു വരി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരു വരി ഉണ്ടായിരുന്നു. ഈ കാലത്താണ് ആ പ്രവചനം പുലരുന്നത്. അപ്പൊ കവിവാക്യങ്ങൾക്ക് പ്രവചന സ്വഭാവമുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. ഇങ്ങനെ കാലം പിന്നിടുമ്പോൾ വല്ലാത്ത ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ക്യാമ്പസുകളിലും അതുപോലെ യുവസമൂഹത്തെയൊക്കെ വല്ലാതെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. മക്കളോട് ടീച്ചേഴ്സ് സാധാരണ ചോദിക്കുമല്ലോ, നിനക്ക് ആരാവണം, എന്താവണം, അല്ലേ? ഞാനൊരു ക്ലാസ്സിലെ പെൺകുട്ടികളോട് അങ്ങനെ ചോദിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് സാമ്പത്തിക സ്വാശ്രയത്വം വേണം, സ്വന്തം കാലിൽ നിൽക്കണം. നല്ലതല്ലേ? വളരെ അഭിമാനകരമായ ഒരു ആഗ്രഹമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക. അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഒരു മഹദിയെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സാമ്പത്തിക സ്വാശ്രയത്വം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ സാമ്പത്തിക ഭദ്രത അവർ സത്യമാർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാണ് ചെയ്തത് എന്നതാണ് ചരിത്രം. പക്ഷെ നമ്മുടെ മക്കൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റു ചില കാഴ്ചപ്പാടുകൾ അവരുടെ മനസ്സിലുണ്ട്. കാശുണ്ടെങ്കിൽ എന്താ നടക്കാത്തത്? എന്തും നടക്കും, അല്ലേ? എനിക്ക് എൻ്റെ വീട്ടില് ഒരു കുക്കിനെ വെക്കാം ഭക്ഷണത്തിന്, പിന്നെയും വേണമെങ്കിൽ ഒരു സർവന്റിനെ വെക്കാം, ഹോം നേഴ്സ് ആവാം, എൻ്റെ വണ്ടിക്ക് ഒരു ഡ്രൈവറെ വെക്കാം, സാലറി കൊടുത്താൽ മതിയല്ലോ. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ കൗൺസിലിംഗ് സെന്ററിൽ കാശ് കൊടുത്ത് കുറച്ചു നേരം നല്ല വർത്തമാനങ്ങൾ കേൾക്കാം. ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിൽ മസാജ് പാർലർ ആകാം. എന്ത് കാര്യവും കാശ് കൊണ്ട് നേടാൻ കഴിയും. പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകാൻ നിൽക്കുന്നത് എന്നാണ് അവർ അടുത്ത് പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? സാമ്പത്തിക സ്വാശ്രയത്വം എന്നത് മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്കുള്ള ചുവടുവെപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എവിടെയോ പഠിക്കാൻ പോയിട്ട് കുട്ടി പഴിച്ചുപോയി, അല്ലെ എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും മക്കൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്? അതിൽ മുതിർന്നവർക്ക് ഒരു പങ്കില്ലേ എന്നും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതും വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ആ മോള് പാതിരാവിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉമ്മയുണ്ട് മുസല്ലയിൽ സുജൂദിൽ വീണ് ഏങ്ങിക്കരഞ്ഞ് മുസല്ല കണ്ണീര് കൊണ്ട് നനയുന്നു, അല്ലെ? എന്തായിരിക്കും എൻ്റെ ഉമ്മക്ക് പറ്റിയത്? ആ മോൾ ആലോചിക്കുന്നുണ്ടാവും. വാപ്പാനോട് പോലും തുറന്നു പറയാതെ ആ മനസ്സിനകത്ത് എന്ത് സങ്കടമാണ് വിങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ മകൾ സ്വാഭാവികമായിട്ടും ആലോചിക്കൂലേ? അതുകൊണ്ട് ഞാൻ ഏതായാലും തല വെച്ച് കൊടുക്കാനില്ല എന്നൊരു മകൾ കരുതി പോയാൽ കുറ്റപ്പെടുത്താൻ കഴിയും?
ഇതേപോലെ മറിച്ചും സംഭവിക്കാം, അല്ലെ? വാപ്പ ഉമ്മയാൽ പീഡിപ്പിക്കപ്പെടുന്ന, മാനസിക സമ്മർദ്ദത്തിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കുടുംബഘടനയില് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ട് അവനവനിസം നമ്മൾ നടപ്പിലാക്കി തുടങ്ങിയത് കൊണ്ട് തന്നെയായിരിക്കും മക്കൾ മാറി ചിന്തിച്ചു തുടങ്ങുന്നത്. അത് വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ കാലം മാറിയപ്പോ എല്ലാവരും ലിബറൽ ചിന്താഗതികളിലേക്ക് മാറിയപ്പോ നമ്മുടെ മക്കളും മാറിപ്പോയി എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം എന്നത് ഒരു ജീവിച്ച് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു ജീവിത വ്യവസ്ഥയാണ്. അത് കേവലം ഒരു തത്വമല്ല, നമ്മുടെ വീടകത്ത് രൂപപ്പെടുത്തിയെടുക്കേണ്ട വേറിട്ട ഒരു സംസ്കാരവും അന്തരീക്ഷവുമാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉമ്മയും വാപ്പയും തമ്മിലുള്ള ആത്മബന്ധം, ആ സ്നേഹത്തിന്റെ ഊഷ്മളത, ആ പശിമ, അത് കണ്ട് മക്കൾ വളരണം. അവർക്ക് കൊതി തോന്നണം, ഇതുപോലൊരു ഇണയെ എനിക്കും കിട്ടിയെങ്കിൽ എന്ന് മക്കൾ കൊതിച്ചു പോകുന്നൊരന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കണം. അതാ വേണ്ടത്. നേരത്തെ ഒരു സഹോദരനായിട്ട് സംസാരിച്ചു. അപ്പൊ അത് ഇങ്ങനെ ഉണ്ടല്ലോ, രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെയോ മാനസിക അകൽച്ച സംഭവിക്കാൻ. അയാള് പറയുന്നു, എനിക്ക് നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ, അങ്ങനെ പൊന്നാരിച്ച് വർത്തമാനം പറയുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ജോലി തിരക്കുണ്ട്, അതിനിടയിൽ ഞാനെന്ത് ചെയ്യാനാണ്? അതേസമയം അവളോ, ഇയാൾ എന്താണ് ഇങ്ങനെ എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരമുള്ള ആ ഒരു ധാരണ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട വേറിട്ട ആത്മീയ ഗുരു, എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയായിരുന്നല്ലോ, അല്ലെ? രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ പെട്ടെന്ന് അവളുടെ കയ്യിലെ വെള്ളപ്പാത്രം, ഗ്ലാസ് പെട്ടെന്ന് പിടിച്ചു വാങ്ങിയിട്ട് അവൾ ചുണ്ടുവെച്ചയിടത്ത് തന്റെ ചുണ്ടുവെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഷയില് നമ്മൾ അതിനെന്താ പറയാം? റൊമാൻസ് എന്ന് പറയും. ഹൈലി റൊമാൻറ്റിക് ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരിക്കല് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ടുപേരും കണ്ണിൽ നോക്കി നിൽക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അള്ളാഹുവിന് സർവസ്തുതി. നമ്മളിപ്പോ നമസ്കരിച്ച് 33 അൽഹംദുലില്ലാ ചൊല്ലിയതാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്താ പറഞ്ഞെന്നറിയോ? അല്ലദീ റസഖനി ഹുബ്ബ ആയിഷ. ആയിഷ മോളെ, നിന്റെ സ്നേഹം എനിക്ക് തന്ന പടച്ചോനാണ് സർവസ്തുതി. എന്തൊരു വാക്കല്ലേ! ഇതുപോലെ എല്ലാ സൗന്ദര്യ പിണക്കങ്ങളും ഉരുകി ഒലിച്ചു പോകാൻ, അല്ലേ? ഇത്രേ വേണ്ടുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും, മുകളിലിരിക്കുന്ന സഹോദരിമാർ ആലോചിക്കുന്നുണ്ടാവും, എന്നോട് അയാൾ ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലേ? നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും, അവൾ ഇതുവരെ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്തിനാ കാത്തിരിക്കുന്നത്? അൽഹംദുലില്ലാ അല്ലദീ റസഖനി ഹുബ്ബ ഡാഷ്. അവിടെ പേര് മാറ്റി പറഞ്ഞാൽ മതി, നമ്മുടെ ഇണയുടെ പേര് ചേർത്ത് പറഞ്ഞാൽ മതി. നമ്മൾ പുതിയ ജന്മമെടുക്കുകയാണ്, പുതിയ ഒരു ജീവിതം ആരംഭിക്കുകയാണ് ഈ റമദാനോട് കൂടിയിട്ട്. ഇനി നമ്മുടെ വീടിന്റെ അന്തരീക്ഷം, കുടുംബഘടന എല്ലാം മാറി മറിയുകയാണ് എന്ന് തീരുമാനിക്കുക. എങ്കിലത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും, അല്ലേ? സ്വാഭാവികമായും നമുക്ക് കഴിയുന്നത് മാത്രമാണത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് കൊണ്ടാണ് നമ്മെ പടച്ചത്. പിന്നെ പറയുന്നു വെള്ളം കൊണ്ടാണ്. മണ്ണ് വെള്ളം കൂട്ടി നന്നായിട്ട് കുഴച്ചെടുത്താലേ അത് കളിമണ്ണാണെങ്കിൽ വേണ്ട വിധത്തിൽ നമുക്കതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതിനാൽ എനിക്ക് മാറാൻ സാധ്യമല്ല, എന്നെ അറിയാലോ, അതുകൊണ്ട് കണ്ടു അറിഞ്ഞു നിന്നാ മതി എന്നുള്ള ഭാവം മാറ്റിയിട്ട് നമ്മൾ മണ്ണുകൊണ്ടാണ്, അതിൽ സ്നേഹത്തിന്റെ ജലം ചേർത്ത് കുഴച്ചെടുത്താലേ നമുക്ക് നമ്മെ തന്നെ മാറ്റിപ്പണിയാൻ പറ്റും എന്ന് പരസ്പരം ബോധ്യപ്പെടുത്തലാണ് ദാമ്പത്യ ജീവിതം. ആ ഒരു തലത്തിലേക്ക് മാറിയേ പറ്റും. ഈ പ്രതിസന്ധിയെ നമ്മളിപ്പോ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ലിബറൽ കാഴ്ചപ്പാട്, മക്കൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത്,
ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഈ ഒറ്റമൂലി മാത്രമേ ഉള്ളൂ. പലതരം ഫോബിയകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇസ്ലാം പേടി. പക്ഷെ പുതിയൊരു ഫോബിയ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ പേര് മാരേജോഫോബിയ എന്നാണ്. മക്കൾക്ക് കല്യാണം പേടിയാണ്. അതിന്റെ പേരിൽ കൗൺസിലിംഗ് നടത്തേണ്ടി വരുന്നു. എന്താ കാരണം? അതെങ്ങാനും പൊട്ടിപ്പോയാലോ? ഒരുപാട് ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേ ഡിവോഴ്സ് ആണ് പുതിയ ട്രെൻഡ്. എന്താണ്? മധ്യവയസ്സായ അത്യാവശ്യം നരച്ച ആളുകൾ ഡിവോഴ്സ് ആയിക്കൊണ്ടിരിക്കാൻ, നമുക്കിനി സെപ്പറേറ്റ് ആവാം, അതുകൊണ്ട് ഞാൻ കല്യാണത്തിനില്ല, അതെങ്ങാൻ പൊട്ടിപ്പോയാലോ? ഇങ്ങനെ മക്കളിൽ ബോധപൂർവം ഭയം സൃഷ്ടിച്ചെടുക്കാൻ. ഇങ്ങനെ ആലോചിച്ചാൽ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് ജീവിക്കാൻ പേടിയാണ്. എന്താ കാരണം? എന്റെ ശ്വാസം നിലച്ചു പോയാലോ? എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയാണ്, ഞാനെങ്ങാൻ തോറ്റുപോയാലോ? എനിക്ക് ബിസിനസ് ചെയ്യാൻ പേടിയാണ്, ബിസിനസ് പൊട്ടിപ്പോയാലോ? ഇങ്ങനെ എന്തിനെ കുറിച്ചും ഒരാൾക്ക് പേടിക്കാവുന്നതാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഇസ്ലാമിക സമൂഹം എന്തുകൊണ്ടാണ് ഇത്രയും ദുർബലപ്പെട്ടു പോകുന്നത്? അങ്ങനെയല്ലല്ലോ. അള്ളാഹു കൂടെ ഉണ്ടാകും എന്നല്ലേ ഖുർആൻ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇണകളുടെ കൂടെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിനെ പരലോകവുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് മാത്രം. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചാൽ അത് അള്ളാഹുവിങ്കൽ പുണ്യകരമായ ഒരു ഇബാദത്തായിട്ട് മാറുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണ്. ഇണകൾ തമ്മിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിന് പകരം അള്ളാഹു സ്വർഗം തരും എന്നല്ലേ പറയുന്നത്. ഒരാൾ തന്റെ ഇണയെക്കുറിച്ച് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ മരിച്ചു പോയാല് സ്വർഗമുറപ്പാണ്. ഒരാൾ തന്റെ ഇണയുടെ വായിലേക്ക് സ്നേഹപൂർവ്വം വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമില്ലേ, അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. ഇങ്ങനെ പഠിപ്പിക്കപ്പെടുമ്പോ ജീവിതം പോലെ രസകരമായ മറ്റൊരു കളിയില്ല എന്ന് നമുക്ക് ബോധ്യമാകും. അതിനാൽ കുടുംബം തിരിച്ചു പിടിക്കുക, മക്കളെ തിരിച്ചു പിടിക്കുക. ഇസ്ലാമിക ജീവിതത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് പരസ്പരം അനുഭവിപ്പിക്കുക. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന ഖുർആനിന്റെ കാവ്യാത്മകമായ ആ പ്രയോഗമുണ്ടല്ലോ, അതിനെ സാക്ഷാത്കരിക്കാം. അള്ളാഹു ആ വചനം ചേർത്ത് വെച്ചത് നോമ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒരു അനുഷ്ഠാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദാമ്പത്യ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എല്ലാം അള്ളാഹുവിന്റെ വഴിയിലെ ഇബാദത്താണ്, സ്വർഗമാർഗം ആണ് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അള്ളാഹുവെ, അങ്ങനെ കുടുംബത്തെ ഏറ്റവും സന്തോഷകരമായി ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ഇണ തുണകൾക്കിടയിൽ ഏറ്റവും സുന്ദരമായ ആത്മബന്ധം സൃഷ്ടിക്കണേ നാഥ. പടച്ചവനെ, വല്ല സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടെങ്കിൽ പരസ്പരം കണ്ണിൽ നോക്കി ചേർത്ത് പിടിച്ച് എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളുടെ മനസ്സുകൾക്ക് വിശാലത നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ മക്കൾക്കും തൗഫീഖ് നൽകണേ നാഥ. റമദാൻ കഴിഞ്ഞ് പലരും മക്കളുടെ വിവാഹാലോചനകളും വിവാഹങ്ങളിലേക്കും ഒക്കെയാണ് തിരിക്കുന്നത് നാഥ. മക്കൾക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇണകൾക്ക് സൽസന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇഹലോകത്ത് വീട് ഒരു സ്വർഗതുല്യമായ അവസ്ഥയിൽ സന്തോഷപൂർവ്വം കഴിച്ചുകൂട്ടാനും അത് മുഖേന നാളെ ശാശ്വത സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.